കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതോ ും
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ ഭാവി വിശുദ്ധീകരണം ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയമാണ്. ഉദാഹരണത്തിന് ജെറമിയ 17:10 എടുത്ത്. ജെറമിയ 17:10. സ്തുതികട ഹല്ലേലൂയ. ജെറമിയ 17:10. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഇത് ഒരു വലിയ അക്ഷരത്തിൽ DTP ചെയ്തിട്ട് വല്ല ഡ്രോയിങ് റൂമിലാ വീട്ടിൽ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. ഈ മനസ്സിൻ്റെ ഇൻഷുറൻസ് പ്രധാനപ്പെട്ട വിഷയമാണ്. പല ഉടമ്പടിയിലും ഇങ്ങനെ ഈ എണ്ണ തീരാൻ പോകുന്ന വിളക്ക് കത്തണ പോലെ മുരിഞ്ഞ് കത്തണില്ലേ? വല്ലപ്പോഴും കൂടി ഒരു അനുഗ്രഹം കിട്ടും, പിന്നെ കിട്ടത്തില്ല, പിന്നെ വല്ലതും പിച്ചിപ്പയും പറ പോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. ഇങ്ങനെ അരണ്ട വെളിച്ചത്തിൽ കത്തണം ഉടമ്പടിയുണ്ട്. അതിൻ്റെ കാരണം ഭാവി മനസ്ഥിതിയുടെ പ്രശ്നമാണ്. ഭാവി മനസ്ഥിതി വിശുദ്ധീകരിക്കണം. കാര്യം ഹോൾ പേഴ്സണാണ് ഉടമ്പടി ചെയ്യണത്. അല്ലാതെ നിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ ഭൂതകാലത്തിൽ സംഭവിച്ചു പോയ അവിശുദ്ധ ജീവിതത്തെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ ഒന്നുകൂടി വായിച്ചേ 17:10 ജെറമിയ. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിനും അവൻ്റെ ജീവിത രീതി വരെ വിഷയമാണ്. ജീവിത രീതി നിങ്ങൾ ഓർക്കും. അതായത് ഇപ്പോൾ ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്ക് ആഡംബരത്തിന് വല്ലാത്ത പ്രസക്തമാണ്. പള്ളി വന്നാൽ പോലും ചില ആൾക്കാർ കാലും കാണിച്ച് ചുണ്ടേൽ ചായവും തേച്ച് കുർബാനയൊക്കെ സ്വീകരിക്കാൻ പറ്റത്തില്ലേ? 10ാം ക്ലാസ്സിലെ പിള്ളേർ വരെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ചുണ്ട ചായവും തേച്ചാണ് വരണത്. എന്തുദ്ദേശത്തിനാണ് നിങ്ങളത് ചെയ്യണത്? പള്ളി വരുമ്പോഴെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. ജീവിത രീതി ഒരു വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങൾ വേറെ ആരെയോ ഉദ്ദേശിക്കുന്നുണ്ട്, അതാണ് വിഷയം. നിങ്ങൾ വെടിപ്പോയി മര്യാദ നടക്കണ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തിനത് ചെയ്യുന്നു? ഈ സൗന്ദര്യവർദ്ധന ഉണ്ടാക്കുന്ന പള്ളിയിൽ എന്തിനാണ് ഈ സൗന്ദര്യവർദ്ധന ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട സിനിമാ തിയേറ്ററില്ല, നാടകശാലയിലെ ഉണ്ടാക്കാൻ പറ്റും. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും. മറ്റുള്ളവർ ഇതിൻ്റെ അകത്തൊരു ഘടകമാണ്. വേറെ ആരോ ഇതിൻ്റെ അകത്തൊരു ഘടകമാണ്. പള്ളി ഒരിക്കലും ഉത്സവ പറമ്പല്ല. അത് സത്യദൈവം ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ ജീവിത രീതി പ്രശ്നമാണ്. ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ മറ്റുള്ളവരെ മാനിക്കാത്ത ജീവിത രീതിയുണ്ട്. നിങ്ങളിങ്ങനെ അങ്ങനെ ചെയ്യുന്നവരെല്ലാം മോശക്കാരാണെന്ന് പറയുകയല്ല, മക്കളറിയാതെ ചെയ്തതായിരിക്കും ചിലപ്പോൾ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം. എന്താണ് ശ്രദ്ധ എന്ന് പറയണത്? നമ്മളെ ദേവാലയത്തിൽ വരുമ്പോഴും ഭാവിയിൽ ജീവിക്കുമ്പോഴും ജീവിത രീതി ഒരു പ്രശ്നമാണ്. ഈ കമ്പനികളുടെ ബ്രാൻഡ് കാണിച്ചുകൊണ്ട് ഞാനെന്തോ വലിയ ആളാണെന്ന് മറ്റുള്ളവർ ധരിപ്പിക്കും. അത് ജീവിത രീതിയാണ് പ്രശ്നം. ജീവിത രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരണത്. ജീവിത രീതിയിൽ എപ്പോഴും നമ്മുടെ ഈ അഹംഭാവം മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിച്ചെടുക്കാൻ, മനുഷ്യൻ ഞാൻ ഒരു വലിയ പുള്ളിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറേ വ്യർത്ഥത ഉണ്ട്. വ്യർത്ഥത. സഭാപ്രസംഗി 12:14. സഭാപ്രസംഗകൻ 12:14. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ നിഗൂഢ പ്രവൃത്തി എന്ന സാധനമുണ്ട്. നേരത്തെ പറഞ്ഞത് മനസ്ഥിതിയാണ്.
സുവിശേഷം എന്ന് പറയുന്നത് ഒരു സ്കാനിങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ നിഗൂഢ പ്രവൃത്തി പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെന്ത് മനസ്ഥിതിയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഉള്ളിലിരിപ്പ്, മനസ്സിലിരിപ്പ്, അത് നിഗൂഢ പ്രവൃത്തി എന്ന് പറയുന്നത്. മനസ്സിലിരിപ്പ് എന്തായാലും ഇപ്പം നിങ്ങളൊരു സംഭവം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അത് നിഗൂഢ പ്രവൃത്തിയാകുന്നതിൻ്റെ കാരണം അതിൻ്റെ മനസ്സിലിരിപ്പ് വേറെ ആയിരിക്കും. അതാണ് വിഷയം. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾ സ്റ്റെയർ കേസ് നടുക്ക് വെച്ചെന്ന് വിചാരിച്ചോ. ചില വീടുകളിൽ നടുക്ക് വെച്ച് സ്റ്റെയർ കേസ്, എന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അകത്ത് മഴ വീഴാതിരിക്കുക. അത് മേലോട്ട് പോകുമ്പോൾ മഴ വീഴുമല്ല, പിന്നെ പ്രാർത്ഥനാ മുറി വെള്ളം വരും. അതിൻ്റെ മുറി മുകളിൽ ഒരു സാധനം മുറി പോലെ കെട്ടിവെക്കും. അപ്പോൾ വീട് 2 നിലയാകും. മനസ്സിലിരിപ്പം എന്താ, ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നുള്ളതാണ്. അതാ വിഷയം. അതാ മനസ്സിൽ നിഗൂഢ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. അത് സംഭവം ഇത്രയേ ഉള്ളൂ, അത് കറക്റ്റാണ്. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ നടുക്കുള്ള സ്റ്റെയർകേസിൽ നിന്ന് വെള്ളം വീഴരുതെന്നുള്ളതാണ് വിഷയം. ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ മനസ്സിലിരിപ്പ് വേറെ ആയിരിക്കും. എന്താണ്, എൻ്റെ വീട് 2 നിലയുണ്ട്, ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല. അതാണ് പ്രശ്നം. കുറഞ്ഞ പുള്ളിയല്ല എന്ന് നീ പറയുമ്പോൾ നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന കക്ഷി നിങ്ങളേക്കാൾ താഴ്ന്ന പുള്ളിയാണെന്നുള്ളതാണ് മനസ്സിലിരിപ്പ്. അതാണ് നിഗൂഢ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. കുറഞ്ഞ പുള്ളി അല്ല എന്ന് നീ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്നവർ മുണ്ണകളാണ് എന്നാണ് വിഷയം. നിന്നേക്കാളും താഴ്ന്നവരാണ്, നീ കേവനാണ്. ഇതെല്ലാം ഈ കേവനെന്ന് പറഞ്ഞ ഈ നിഗൂഢ പ്രവൃത്തിയുള്ള ആളിനെ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിക്കും വിശുദ്ധീകരിക്കണം. അതിനാണ് ഈ നമ്മുടെ കുമ്പസാരിക്കണക്ക് മുമ്പ് ഭാവിയുടെ കുമ്പസാരങ്ങളെ നമ്മൾ നടത്തണം. ഫ്യൂച്ചർ കൺഫെഷൻ. നമ്മളിപ്പോൾ ചെയ്യണത് പാസ്റ്റ് കൺഫെഷനാണ് നടത്തുന്നത്. പക്ഷെ ബൈബിള് ഫ്യൂച്ചർ, ഉടമ്പടി ഒരു വലിയ വിഷയമായത് കാരണം ഫ്യൂച്ചർ, ഭാവിയുടെ കാര്യങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് നിങ്ങളൊരു ഫ്യൂച്ചർ സർവൈലൻസിലാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ ഇൻഷുറൻസ് കൂടിയുടെ പരിധി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്ഥിതിയിൽ നിങ്ങളത് ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാമെന്നാണ് പറയണത്. അവൻ പറയണ പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ജീവിച്ചു കൊള്ളാമെന്ന് അതിൻ്റെ അർത്ഥം. ഓരോ ഫങ്ഷൻ ഇങ്ങനെ വരുന്ന അത് ദൈവത്തിൻ്റെ പറ്റുന്ന രീതിയിൽ ചെയ്യുകയല്ല പ്രശ്നം. നമ്മൾ പറഞ്ഞത് എന്താണ്, അവൻ പറയണ പോലെ ജീവിച്ചു കൊള്ളാമെന്നാണ്. ഇതിനെന്താ വേണ്ടത്? ഉടമ്പടിക്ക് ശരിക്കും നല്ല പ്രാർത്ഥന വേണം. കർത്താവേ, അങ്ങ് പറയണ പോലെ ജീവിച്ചു കൊള്ളാമെന്നാണ് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ ഉടമ്പടി ചെയ്തത്. എനിക്കാണെങ്കിൽ എനിക്ക് തന്നെ പിടികിട്ടാത്ത കുറേ തരം പൊട്ടത്തരങ്ങളുടെ ഒരു അകത്തുകയാണ് ഞാൻ. ദൈവത്തിൻ്റെ സന്നിധി തുറന്ന് സംസാരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? ദൈവത്തെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിക്കണം. ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ദൈവം പറയണം. അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ്? ഫ്യൂച്ചർ ഇൻഷുറൻസ്. നിങ്ങളുടെ ഭാവി കാലങ്ങളെ നിങ്ങളെ മനസ്ഥിതി ഉൾപ്പെടെ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാമെന്ന് ഇൻഷുർ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോണത്. എന്താണ്? മറ്റുള്ള വ്യക്തികളിലേക്ക്, ആ സഭകളിലേക്ക് വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണ് സങ്കീർത്തനം 40:9. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 40:9. സങ്കീർത്തനം 40:9. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ്? ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാവ് അടക്കിക്കളയും. ബാക്കി അതിനൊന്നും നാവ് പൊങ്ങത്തില്ല. വീട്ടിൽ തർക്കം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും വീട്ടിൽ പറഞ്ഞു ജയിക്കാനും ഒക്കെ നാവിന് 32 മീറ്റർ നീളമാണ്. കർത്താവിൻ്റെ കാര്യം പറയാ കാമാന്ന് മിണ്ടത്തില്ല. അതാണ് അടക്കി നിർത്തുക. മനുഷ്യന്മാർ 2 തരമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കാര്യത്തിന് നാവ് അടക്കി നിർത്തുന്നവർ. അവർ ഗതി പിടിക്കത്തില്ല. കാര്യം എന്താണ്? അവർക്കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവം അവരെ വിശ്വസിക്കുന്നില്ല. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ കൈമാറണം.
അതിങ്ങനെ ഒന്നും രണ്ട് വ്യക്തിക്ക് അടുക്കളയിരുന്ന് മകളോട് പറയണമല്ല സംഭവം. ഞാൻ മഹാസഭയിൽ, ഒന്നിന് വായിച്ചേ, ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ രക്ഷയുടെ സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അതാണ് എൻ്റെ വിഷയം. അധരങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങളിലെ അച്ചടക്കം പഠിപ്പിക്കരുത്. നിങ്ങൾ അധരങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ, അധരങ്ങൾ നമ്മളല്ലേ, അത് മറ്റുള്ളവരോടത് പറഞ്ഞ് അവരിൽ വിശ്വാസം ഉണ്ടാക്കേണ്ട. പല ആൾക്കാരും ദ്രവിച്ചു പോയതിൻ്റെ കാര്യം അധരങ്ങളെ അടക്കി. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ചില ആൾക്കാർ വാട്സപ്പിൽ അവിടെ ഗ്രൂപ്പിലേക്ക് അവിടെ അനുഭവങ്ങൾ പാസ് ചെയ്യത്തില്ല. എന്താ കാര്യം? മറ്റുള്ളവർ ഞാൻ വിശ്വാസിയായിപ്പോയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ചില ഈ നിരീക്ഷന്മാർക്ക് വന്നിരിക്കുന്ന ഗതികേട് എന്താണെന്ന് അറിയാവോ? യവന്മാർ അവസാന കാലങ്ങളാകുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും, ഈശ്വരവിശ്വാസികളാവും. പക്ഷേ പറയാൻ പറ്റത്തിക്കഴിഞ്ഞാൽ പറയാൻ പറ്റിയെങ്കിൽ അവർ രക്ഷപ്പെട്ടേനാം. പക്ഷെ അവർ രക്ഷപ്പെടുത്തത്തില്ല. അവരുണ്ടാക്കിയ ഗ്രൂപ്പുകൾ. ഇപ്പം ഡാർവിനൊക്കെ മരിക്കാൻ നേരത്ത് ചുറ്റും അയാൾക്ക് മാനസാന്തരപ്പെടണമെന്നും അനുതാപപ്പെടണമെന്നും ദൈവം ഇല്ല എന്ന് പറഞ്ഞതിനൊക്കെ മാപ്പ് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ നിൽക്കുന്ന കിങ്കരന്മാർ പുള്ളിയെ പെടരി കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. പറയിപ്പിക്കത്തില്ല, ആരെ അടുപ്പിക്കത്തില്ല. ഇത് ശാപം പിടിച്ച ഒരു മരണമാണ് ശരിക്കും. നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ ഓർക്കണം, അവസാന കാലങ്ങളിൽ മാനസാന്തരപ്പെടാമെന്ന് വിചാരിക്കരുത്. ഈ നാവുകൾ അടക്കി നിർത്താനുള്ളതല്ല, കർത്താവിന് പേരിൽ മറ്റുള്ളവരെ നിങ്ങളുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അല്ല നിങ്ങളുടെ മാത്രം വിശുദ്ധീകരണത്തിനും അനുതാപത്തിനും ഉള്ളതല്ല നാവ്, മറ്റുള്ളവരെ വിശ്വാസം വളർത്താനുള്ളതാണ്. അതുകൊണ്ടാണ് മഹാസഭയെന്ന് പറയുന്നത്. ചില ചേട്ടത്തിമാർ പറയും, അത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞായിരുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഏക്കത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവം വീട്ടിൽ പറയണതും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയണതില്ല. ഞാൻ മഹാസഭയിൽ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു, അങ്ങേക്കറിയാവുന്ന പോലെ ഞാൻ നാവടക്കിയിട്ടില്ല. 12,000 മനുഷ്യരുള്ള സമൂഹത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. എന്തിനാ പറയണത്? അത് നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ വിശ്വാസ്യത കിട്ടും, മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ദൈവാനുഭവങ്ങളെ മഹാസഭയിൽ പ്രഘോഷിക്കാൻ ആവശ്യമായ ആത്മധൈര്യങ്ങളെ എനിക്ക് നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്നിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്നിൽ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. പല ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, മനസ്സിടിഞ്ഞ്. അതുപോലെ തന്നെ കർത്താവേ, സാമ്പത്തികമായ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെല്ലാം അടഞ്ഞുപോയവർ, കടക്കാരെപ്പോഴും കർത്താവ് വരയം വെച്ചുകൊണ്ട് സമാധാനം അറ്റുപോയവരെ, സമാധാനം അടക്കം ചെയ്തു പോയ, സന്തോഷം അടക്കം ചെയ്തു പോയ ജീവിതങ്ങൾ
കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പുതിയ ഉണർവിനായി കർത്താവെ അവരെ നീ വിധാനം ചെയ്യിക്കണമേ. പുതിയ ജീവിതം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ, തൊഴിലിടങ്ങൾ നശിച്ചു പോയവരെ, ജീവിക്കാൻ മാർഗമില്ലാത്തവരെ സങ്കടത്തോടെ അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ ആഴ്ചയിൽ ഈശോയെ ആ മേഖലകളെല്ലാം നീ പ്രവർത്തിച്ചുകൊണ്ട് അവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരോ മക്കളെ വിസ എക്സ്പയറായി പോയവർ, വിസ ലഭിക്കാത്തവർ, പരീക്ഷ എഴുതിക്കൊണ്ട് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇനിയും എഴുതാനുള്ള പരീക്ഷകൾ, അപ്പോയിൻമെൻറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം കർത്താവ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യാശയുടെ പ്രകാശം ചൊരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതം ഉത്ഥാനം ചെയ്യട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ